മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതെ, ഒരു കർക്കിടകവും പേമാരിയും ഒക്കെ പെയ്തിറങ്ങി ഇപ്പം ഒത്തൊരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു പൊന്നോണം കൂടി വരവായി. ആദ്യം തന്നെ മീഡിയാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. മീഡിയാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണവിശേഷത്തിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഗായകനും അഭിനേതാവും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയായി ഒരു സർവകലാ വല്ലഭനാണ്. നമ്മുടെ സ്വന്തം അടിമാലിയുടെ രാജേഷ് അടിമാലിയാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നമ്മളിപ്പം ഇപ്പോൾ ഉള്ളത് രാജേഷ് അടിമാലിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒപ്പമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. ആദ്യം തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിനെ ആകെ ദുരിതത്തിലാഴ്ത്തിയ ഒരു വയനാട് ദുരന്തം നടന്നിട്ട് ഏതാനും നാളുകളെ ആയുള്ളൂ. ആ നാടിനെ ഒന്നാകെ വിഴുങ്ങിയ ഒരു ദുരന്തമായി പോയത്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓണാഘോഷ പരിപാടികളും മറ്റാഘോഷ പരിപാടികളൊക്കെ ലളിതമായാണ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെയൊരു നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പം എല്ലായിടത്തും ഓരോ പരിപാടികൾ നടക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഓണവിശേഷത്തിൽ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് രാജേഷ് അടിമാലിയോടാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേച്ചി. നമുക്കറിയാം, നമ്മളിപ്പം പറഞ്ഞേ ഉള്ളൂ, ഒരു വലിയൊരു ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ. വലിയ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എല്ലാവർക്കും ഇല്ല. അപ്പം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു ഈ ഓണം അങ്ങനെയുള്ള ആഘോഷങ്ങൾ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഓണാഘോഷത്തിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പരിപാടികളൊക്കെ മാറ്റിവെച്ച ഒരു പശ്ചാത്തലത്തിലാണല്ലോ. എന്താണ് നമ്മളെല്ലാവരും, കാരണം നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ഞാൻ രാവിലെ TV വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം പെട്ടെന്ന് കാണുന്നത്. നമ്മളെല്ലാം ഭയങ്കര ഭയന്നു. കാരണം അത്രയും ഒരു ഏരിയയിൽ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്ന ഒത്തിരി ആളുകൾ രാവിലെ എഴുന്നേറ്റപ്പില്ല. അതല്ലേ, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് കിടന്ന ആളുകളില്ല. അപ്പൊ അത് നമുക്ക് വളരെ സങ്കടമുണ്ട് മനസ്സിൽ. പണ്ട് പെട്ടിമുടിക്ക് ശേഷം പിന്നെ ഉണ്ടായിരുന്ന ഇതാണ്. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നമുക്ക് വിഷമാണ്. അപ്പം ആഘോഷങ്ങൾ, ഗവൺമെന്റ് എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുക, കലാകാരന്മാരും ആയ ഒത്തിരി, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്തില്ല നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷെ അതെ നമ്മുടെ പ്രോഗ്രാമുകളിലുമായിട്ട് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാരുണ്ടാവും. അവരെല്ലാം ചിലപ്പോൾ പെയിന്റിങ്ങിന് പണിക്ക് പോകുന്ന ആൾക്കാരാവും, ചെറിയ കൽപ്പണിക്ക്, എല്ലാ പണിക്ക് പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പണി ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഓണാഘോഷം നമ്മൾ ആഘോഷിക്കണമെങ്കിലായിരിക്കില്ല ചിലപ്പോൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ ചില ആൾക്കാർ. ചിലപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും കലാകാരന്മാർക്ക് പ്രശ്നം വന്നിട്ടുണ്ട് ഈ ഒരു ഇതുകൊണ്ട്. ആദ്യം ഇതുപോലെ പ്രളയം വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ ദുരന്തം വന്നു. അതെ, ഈ ഒരു ദുരന്തം വന്നപ്പോഴും, കാരണം എന്ത് വന്നാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് കലാകാരന്മാരുടെ അടുത്താണ് വന്നത്. ആഘോഷങ്ങൾ മാറ്റിവെച്ചതിൽ ഒരു കണക്കിന് ഗവൺമെന്റ് പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ചു. പക്ഷെ ഇതെല്ലാവരും മനസ്സിൽ മൊത്തത്തിൽ പ്രോഗ്രാം മാറ്റിവെച്ചു എന്നാണ് ഇരിക്കുന്നത്. ക്ലബുകളും എല്ലാവരും. നമുക്ക് ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്, നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു, അത് ശരിയാണ്, മാനസികാവസ്ഥ ശരിയാണ്. നമ്മള് എന്താ പറയുക, കലാകാരന്മാരെ ഒരു കുറച്ച് കാര്യം കൂടി നമ്മൾ നോക്കണം. ശരിയല്ലേ? എന്തുകൊണ്ട്? കാരണം ഇതൊരു തൊഴിലായിട്ട് എടുത്ത് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിക്കൊക്കെ അറിയാം, ഇപ്പൊ ഒരു പോലും കയ്യിലില്ലാത്ത നമ്മളോടൊക്കെ എല്ലാവരും വിളിച്ചു ചോദിക്കും പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരുടെ അവസ്ഥ കൊണ്ട്, കാരണം മക്കൾക്ക് സ്കൂളിൽ പോകണം. ഈ ഒരു സീസൺ, കാരണം നമ്മൾ മാത്രമല്ല, സൗണ്ട് സിസ്റ്റം ഒക്കെ എത്ര ലക്ഷങ്ങൾ മുടക്കി പാവങ്ങള് മേടിച്ചു വെച്ചേക്കുന്നതുണ്ട്. അപ്പൊ അവർക്ക് മാസം അതൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മളൊന്ന് മേടിക്കണതേ. ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിന്റെ ലോൺ അടയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ നമ്മളായാലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഒത്തിരി, ഞാനുൾപ്പെടെ ഉള്ള ആളുകൾ. അപ്പൊ അതെല്ലാം തകിടം മറിഞ്ഞു പോയില്ല. എല്ലാരും പ്ലാനിങ്. കാര്യം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായപ്പോ നമ്മള് സഹിക്കുക. അതാണ്. അപ്പം നമുക്കറിയാം, ഇങ്ങനെ ദുരന്തം സംഭവിച്ചു പോയി. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുശോചനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഇനി വിശേഷങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ വിശേഷം ഇപ്പം നടന്നിരിക്കുന്നത്, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അമൃത TV സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയില് വിന്നർ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ അടിമാലി ബ്രദേഴ്സ്. അതായത് രാജേഷ് ചേട്ടന്റെ ഫാമിലിയാണ് അടിമാലി ബ്രദേഴ്സ് ടീം. അപ്പൊ അവര് വിന്നർ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓണത്തിന്റെ ഏറ്റവും വലിയ, കാരണം വിഷുവിനാണ് ഇത് സംപ്രേഷണം ചെയ്തത്. 14-ാം തീയതി, അതെ 15 ടെലികാസ്റ്റ് 15-നാണ്. അന്ന് വിഷുവിന് തുടങ്ങി. ഓണം എത്തുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷിക്കാനായിട്ട്, അന്ന് വിഷുവിനന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു.
വിഷു ദിനത്തിൽ ഞങ്ങളൊരു സന്തോഷം പങ്കുവയ്ക്കും. ഞങ്ങളിങ്ങനെ അമൃത TV എന്ന് പറഞ്ഞ സൂപ്പർ ഫാമിലി റിയാലിറ്റി ഷോയിൽ ഞങ്ങൾ ഇന്നായിട്ടുണ്ട്. പിന്നെയും തൊട്ട് ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതെ, ഞാൻ ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫിനാലെ ഒട്ടും പതി, കാരണം 19 ടീം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. അവിടെ നിന്ന് തൊട്ട് നമ്മൾ മത്സരിച്ച് പിന്നെ അത് 7-ലെത്തി. ഫിനാലെ 7 പേരിലെത്തി. 7 പേരിൽ നല്ല ടീമുകളല്ല. ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ അല്ല, ഡാൻസ് അല്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആദ്യമായിട്ട് വൈഫൊക്കെ ഫ്ലോറിലോ ചാനലിലോ ക്യാമറയുടെ മുമ്പിൽ വന്നത്. ചേച്ചിയുടെ പേര്? എന്റെ പേര് അശ്വതി. വൈഫാണ് ഇപ്പൊ ശരിയോ തിരുവാതിരയൊക്കെ കളിക്കാൻ പോണ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവളുടെ അഭിനയം കണ്ടിട്ട് ശ്വാസികയും. അതെ, ഞാൻ അതിന്റെ കുറച്ച് എപ്പിസോഡുകൾ കണ്ടിരുന്നു. അതിന്റെ അകത്ത് സ്കിറ്റ് ഒക്കെ വളരെ നമ്മുടെ പഴയ കാലത്തെ റെട്രോ പെർഫോമൻസ്. അമ്മ അനീതി രാഹുലിന്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ഞാൻ കണ്ടു. അമ്മേനെ കണ്ടു, ചേച്ചിമാരെ രണ്ടുപേരെ കണ്ടു. എന്താ പറയാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവര് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ പോലെ തന്നെ അഭിനയിച്ചു. ഇവർക്ക് നമ്മൾ ഈ പൊതുവെ പെണ്ണുങ്ങളെല്ലാരും അടുക്കളയിൽ അടിച്ചിരുത്തുന്ന ഒരു കാലഘട്ടമായ നേരത്തെ, അതെ ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ എൻ്റെ വൈഫൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ എന്നായിട്ട് ഉണ്ടാവണേ. പിന്നെ മുമ്പ് വേറെ ചില പരിപാടിയൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരിപാടി TV-യിൽ ഇങ്ങനെ കാണിക്കണം. അപ്പൊ അങ്ങനെ ഓഡീഷന് പോയി. ഓഡീഷനായിട്ട് ഇവർ ഇന്നായി. ഈ ഇതിലേക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഒരു അതില് നമുക്ക് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അമ്മയുടെ ആഗ്രഹപ്രകാരമാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അത് എങ്ങനെയാണ്? അമ്മയാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഭയങ്കര താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡാൻസ്, പാട്ട്. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ ഒരുപിടി ആക്റ്റീവ് അമ്മയാണ്. ശരിക്കും ആക്റ്റീവ്. അമ്മയ്ക്ക് അത്രയും പ്രായമായെങ്കിലും എന്നാലും നമ്മളെക്കാൾ കൂടുതൽ എനർജി അമ്മയ്ക്കാണ് എന്ത് കാര്യത്തിലായാലും. ഇപ്പൊ നമ്മളെവിടെ ഒരു കല്യാണത്തിന് പോയവര് ഞങ്ങൾ മറിയിക്കുന്ന ഇടി പിള്ളേർ അങ്ങോട്ട് ചെല്ല, അവിടെ ചെന്ന് ഡാൻസ് കളിക്കല്ല, അവരുടെ കൂടെ എന്നും പറഞ്ഞ അമ്മ മുന്നേറങ്ങും. അപ്പൊ പുറകെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ഞങ്ങൾക്ക് ചെറിയ തിരുവാതിര ടീമുണ്ട്. അത്യാവശ്യം അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാമിന് നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണക്കാര് ശരിക്കും അമ്മയും എന്റെ അമ്മയൊക്കെയാണ്. അവര് രണ്ടുപേരാണ് ഇത് നമുക്കിങ്ങനെ ഒരു ടീം തുടങ്ങാം. അപ്പോഴും ഞങ്ങൾ ബാക്കിലേക്ക് കേൾക്കുന്നത് ഇതിനൊന്നും ആവശ്യമില്ല, എന്തിനാ നമുക്ക് വേണ്ട. അപ്പൊ അത് അങ്ങനെയല്ല. നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം, നമ്മൾ ഇന്ന് വീട്ടിലിരിക്കല്ലോ, നമുക്ക് ചെയ്യാലോ, നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം, അങ്ങനെ ഒരു എനർജിയിലാണ് അമ്മ. അമ്മയാണ് അപ്പം ഇതിന്റെ ഓഡീഷന് പങ്കെടുക്കാനുള്ള ഒരു പിന്നെ അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അമൃത TV-യിൽ ഇങ്ങനെ അമ്മ ചാനൽ മാറ്റി കൂട്ടത് ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, റിയാലിറ്റി ഷോ ഇങ്ങനെ ഒരെണ്ണുണ്ട്, നമുക്ക് പോയാലോ ഓഡീഷന്റെ. അപ്പൊ ഞങ്ങൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മടിയാ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വേണോ, നമുക്കൊന്നും ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയില്ല. അവിടെ ചെല്ലുമ്പം നമ്മൾ കളിക്കുന്ന തിരുവാതിര എല്ലാ സംഭവം അവിടെ പല ഐറ്റങ്ങളാണ്. അപ്പൊ നമുക്ക് പറ്റൂലായിരിക്കും, ശരിയാവില്ല. അങ്ങനെ അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് നമ്മളെ വിട്ടോട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ, ട്രൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇവരെ കൊണ്ട് പോകാൻ, കാരണം എന്നെ ചാനലിൽ എല്ലാവരും അറിയണം. അപ്പൊ എനിക്ക് ഇവരെ കൊണ്ട് പോയിട്ട് നീ ഇത് മോശമായാലോന്ന് ഓർത്തിട്ടേ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കിയതാ. ഒരു സൈഡിൽ ഇങ്ങനെ ഒന്നും വേണ്ട, അങ്ങനെ ന്യായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ വിട്ടില്ല. അമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പോണം എന്നും പറഞ്ഞ അമ്മയാണ്. അവിടെ പെർഫോം ചെയ്യണവരെ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് നീ ഇത് വെച്ചിട്ട് എന്നെ നാളെ ഉള്ള പരിപാടി. ആദ്യത്തെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഞങ്ങള് അമ്മയും ഞാനും അവളുമാണ് ഡാൻസ് കളിക്കണേ. അപ്പൊ ഇവര് പാട്ട് പാടുവാണ് കേട്ടോ. ഞങ്ങള് പറയണ്ടത് നിങ്ങൾ ഞങ്ങളോട് കളിക്കേ. അപ്പൊ ഇവര് കളിക്കില്ല. ഇവർക്ക് ഭയങ്കര അഭിമാന പ്രശ്നം. നിങ്ങൾ കളിച്ചാൽ മതി, ഞങ്ങള് പാടാം. അപ്പൊ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. അപ്പൊ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ ആവശ്യം മിടുക്കനാ. 1 മിനിറ്റ് പോലും എടുത്തില്ല. കളിക്കും ഇങ്ങനെ നിർത്തി ഞങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ്. പ്രാക്ടീസ് വേണം നമുക്ക് എന്ത് കാര്യം. ഒന്നാമത് ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ പരമാവധി കിട്ടുന്ന സമയം മൊത്തം വിളിച്ച് ഇവിടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. ആദ്യത്തെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ മടുത്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ആയപ്പോഴത്തേക്കും പതിയെ മാറ്റി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിന്നാ പറ്റില്ല, നിങ്ങൾ ഞങ്ങളോട് ചെയ്താലാണ്. അപ്പൊ പിന്നെ ഇവരും കൂടെ കൂടി. അപ്പൊ ഇവര് ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കൂലേ. അപ്പൊ പണിയെടുപ്പിന് ഇച്ചിരി കുറഞ്ഞു. സ്വന്തമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. എന്നാലും അത് റിട്ടോറുണ്ട്. അത് നല്ലോണം ഞങ്ങള് റിഹേഴ്സൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മള് പോയത്. നമ്മുടെ ഓൺ ക്രിയേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാം നമ്മുടെ ഓൺ ക്രിയേഷൻ. നമ്മള് തന്നെ ഡാൻസ് പഠിപ്പിച്ചത് നമ്മൾ സനോജ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഡെൽഗാഡോസ് എന്ന് പറഞ്ഞ അക്കാദമിയുടെ ഇവിടെ
നമ്മുടെ കുട്ടികൾ അവിടെ പോണെയാ. അപ്പൊ മാസ്റ്ററാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ 19 ടീമുകളിൽ നിന്ന് 7ലേക്ക് എത്തി, 7ൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്ക് എത്തി, ഫൈനൽ റൗണ്ടിൽ നിന്ന് ഒന്നിലെത്തി. അതെ അതെ അതെ. പല ജില്ലകളിൽ നിന്നൊക്കെ ടീമുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഓഡീഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 250 ഫാമിലീസ് ഓഡീഷൻ നടന്നതിൽ, എല്ലാ ജില്ലയിലും ഓഡീഷൻ നടന്നതിൽ നിന്നാണ് ഈ 20 ടീമുകളെ അമൃത TV സെലക്ട് ചെയ്തത്. ആ 20 നിന്നാണ് പിന്നെ നമ്മള് പിന്നെ 14 പിന്നെ 7 പിന്നെ 1 1 2 അതെന്താണല്ലോ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം വെച്ചാൽ ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫാമിലി റിയാലിറ്റി ഷോയിൽ നിന്ന് നമ്മൾ പങ്കെടുത്ത് ഒരു വിന്നറാകുക എന്നുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം നമുക്ക് ഭയങ്കര അഭിമാനിക്കാം. കാരണം ഞാനൊക്കെ നേരത്തെ അടിമാലി ഇടുക്കി ജില്ലയെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിനെ മാറ്റുമായിരുന്നു. ചാനലല്ല ഏതുമായാലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് അബോഡിയും ഇപ്പൊ സിനിമയുടെ ഓഡീഷൻ ആയി കഴിഞ്ഞാൽ ഇടുക്കിന്ന്, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് എറണാകുളം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണേ. ഇപ്പൊ വിഷയമില്ല കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും നമ്മളെ, കാരണം നമ്മുടെ എത്ര പടങ്ങൾ ഇടുക്കിയിൽ വെച്ച് എടുത്ത് ഹിറ്റ് ആയേക്കണം. എന്തോരം പടങ്ങളാണ്, മഹേഷിന്റെ പ്രതികാരം, അമ്പിളി, അങ്ങനെയുള്ള എന്തോരം പടങ്ങൾ ഇടുക്കി ബേസ്, ഇയോബിന്റെ പുസ്തകമൊക്കെ. പക്ഷെ അതിനെല്ലാം അതിനെ തിരുത്തി കുറിച്ചാണ് നമ്മുടെ അമൃത TVയില് വിന്നറായ. അവരൊക്കെ ഭയങ്കര എന്താ പറയണ, ഒരു നമ്മുടെ ഇടുക്കിക്കാരാണോ അവർക്ക്, അല്ലെങ്കിൽ കോട്ടയംകാരാണോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അവരെല്ലാരും എല്ലാ ആൾക്കാരെയും ഒരേപോലെ ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് അവർക്ക് അറിയാലോ. എല്ലാം ക്ഷമയോട് കൂടി പറഞ്ഞു തന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവര് കേട്ട് അതിനൊരു പരിഹാരമൊക്കെ ചെയ്ത് തന്ന, അങ്ങനെയാണ് നമ്മളെ കൊണ്ട്. അല്ല, അവരവിടുന്നൊന്നും പറയാനുള്ള നമ്മളൊന്നും ചെയ്തില്ല. കാരണം 10 മണിക്ക് അല്ല 7 മണിക്ക് ചെല്ലാൻ പറഞ്ഞാൽ 6 മണിയും ഞങ്ങളോട് ചെല്ലും. അപ്പൊ അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ട് വന്ന നമ്മുടെ ഭാഗത്ത് അവർക്കുണ്ടായിട്ടില്ല, അവരുടെ ഭാഗത്ത് നമുക്കുണ്ടായിട്ടില്ല. അമ്മയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇങ്ങനെ വിന്നർ ആയി എന്നുള്ള ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പം? അമ്മേനെക്കാളും കൂടുതൽ ടെൻഷൻ ഞാനല്ല, ഇവരെല്ലാം പുറത്ത് അവിടെ ഇരിക്കുമല്ലേ, ഈ നിരത്തി നിർത്തിയേക്കണതിനകത്ത് ഞാനല്ലേ നിക്കണേ. ഞാൻ ശരിക്കും ഫ്രണ്ടിലൊന്നും ഇരിക്കാതെ ഞങ്ങളൊക്കെ ബാക്കിലേക്ക് പോയി. ടെൻഷൻ കാരണം ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, ബാക്കി മൂലയ്ക്ക് പോയിരിക്കുവോ. ഞാൻ 3 പ്രാവശ്യം ചോദിച്ചു അവിടുത്തെ കോർഡിനേറ്ററോട്, പ്രഷറിന്റെ ഗുളികേണ്ടി താട്ടെ ഇറങ്ങി വീഴോ. ഭയങ്കര പ്രഷറില്ല അവിടെ കയറി നിൽക്കുമ്പോൾ. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് കാണുമ്പോ 1 മണിക്കൂർ 1.5 മണിക്കൂർ. പക്ഷെ ശരിക്കും അന്ന് ഷൂട്ടിംഗ് രാത്രി 1:30 വരെയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞത് 1 മണിയായപ്പോഴാണ്. രാവിലെ നമ്മൾ 6:30 ഷൂട്ട് തുടങ്ങിയിട്ട് രാത്രി 1 മണിയാകുമ്പോഴാണ് നമ്മളാണ് വിന്നർ അവർ അനൗൺസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ എല്ലാവരുടെ മുഖത്തോട് നോക്കണ്ട, ആരുടെയും മുഖത്തൊരു സന്തോഷം ചിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. വർത്തമാനം പറയുന്നതിന് ഒന്നുമില്ല. 1 മണി അത്രയും വലിയ ഫ്ലോറില് ഇത്രയും വലിയ കാര്യം ഒരു രഹസ്യമായിട്ട് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അവിടെ 1 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അതുവരെ ഒരേ ലെവലിൽ ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്കത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ഞങ്ങൾ പറയാം, ഇതൊരു SSLC പരീക്ഷയുടെ റിസൾട്ട് അന്ന് പോലും ഇത്ര ടെൻഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ടെൻഷൻ. അങ്ങനെ ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം തലകറങ്ങി വീഴുമെന്ന് ഓർത്തു. എനിക്ക് അത്രയ്ക്കും പ്രഷർ കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ ഒരു വേദി കിട്ടി. പലപ്പോഴും നമ്മുടെ ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും അറിയാം, രാജേഷ് അടിമാലി എന്നൊരു കലാകാരനെ അറിയാം. അദ്ദേഹത്തിന്റെ സഹോദരൻ രാഹുൽ ഉണ്ട്. രണ്ടുപേരും ഗായകരാണ്. അദ്ദേഹവും കലാരംഗത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ രാജേഷ് അടിമാലിയുടെ ഫാമിലിനെ എല്ലാവരും ഒന്നിച്ച് കാണുന്ന ഒരു വേദി കൂടിയായിരുന്നു അമൃത TVയിലെ ആ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അടുത്തതായിട്ടൊരു പാട്ടായാലോ? തീർച്ചയായും. നിരവധി ഗായകരുടെ അനുകരിച്ച് പാടാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഓൺ വോയിസിൽ തന്നെ നമുക്ക് പാടാം. ഓണത്തിന്റെ ആണെങ്കിലും സന്തോഷം. ഓണപ്പൂവേ ഓമൽ പൂവേ തേൻകൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസ്വഗാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ, നീ എൻ മനസ്സുണർത്തി. ഓണപ്പൂവേ ഓമൽ പൂവേ പൂമ്പൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസ്വഗാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ, നീ എൻ മനസ്സുണർത്തി. അതിമനോഹരമായ പാടി.
ചേട്ടാ നമ്മുടെ നമുക്കറിയാം ചേട്ടൻ ഒരു ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ അഭിനേതാവാണ്. അപ്പം ഈ തുടക്കത്തിലെ, അതായത് നമ്മളൊരു കലാകാരനാകുമ്പം തുടക്കത്തിലെ ഞാൻ എനിക്കൊരു ഗാനം ആലപിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ മിമിക്രി ഇത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇതിൽ ഏതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്തത്? അത് ആദ്യം പാട്ടോട് പറഞ്ഞു. പാട്ടോടുമായിരുന്നു. അതെങ്ങനെയാണ് പഠിച്ച സമയത്തായാലും മിമിക്രിക്ക് ചെയ്യായിരുന്നു? ആദ്യം പാട്ട് നമ്മള് സ്കൂളിലുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടിപൊളി പാട്ടൊക്കെ പാടി അങ്ങോട്ട് ആ അങ്ങനെ പാട്ട് പാടി. ആദ്യം പാട്ട് പാടാനായിട്ട് പാടാൻ പോയി. പിന്നെ എനിക്ക് തോന്നി ഇതിലും ബെറ്റർ ഇച്ചിരി പാട്ട് എല്ലാവരും പാടുന്നുണ്ട്, അപ്പൊ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോന്ന് ഓർത്ത് അങ്ങനെയാണ് ഞാൻ മിമിക്രി കലാരംഗത്തേക്ക് വരുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു ഏത് ഏജിലായിരിക്കും? ഒത്തിരി ആയി. അല്ല, ഏത് കാലഘട്ടത്തായിരിക്കും? പഠനകാലത്ത്? ഫീൽഡിൽ വന്നിട്ട് 12 വർഷമായി. 18 വർഷം മേളായി. പക്ഷെ പഠിച്ചോണ്ടിരുന്ന കാലഘട്ടത്തില് ഗാനം ആലപിക്കായിരുന്നു. പിന്നെ ഇങ്ങനെ വെറൈറ്റി പരീക്ഷിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്ത ഗായകരുടെ 12 വർഷമായുള്ളൂ. അങ്ങനെ 10 വർഷമായി. 10 വർഷം മേളായിട്ടുണ്ട് എന്തായാലും. ഉണ്ട്. അപ്പം എന്താണേലും കലാരംഗത്ത് ഈ സെയിം പാട്ട് രീതി, അല്ലെങ്കിൽ ഇങ്ങനെ സെയിം പോകാണ്ട് നമുക്കൊരു വെറൈറ്റി പരീക്ഷിക്കാം എന്ന് ഓർത്ത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ അനുകരിക്കാൻ നോക്കിയത് ആരുടെ സൗണ്ട് ആയിരുന്നു? ജാസി ഗിഫ്റ്റിന്റെ വോയിസ് ആദ്യം. ജാസി ഗിഫ്റ്റിന്റെ. എന്നാ നമുക്കതില് ഒരു പിന്നെ തീർച്ചയായും ജാസ് ചേട്ടൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജാസിനോട് ഒത്തിരി ഷോ ചെയ്യുന്ന ആളാണ്. ഒപ്പം നിന്ന് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അടുത്ത് ജാസിന്റെ ഷോ മിക്കപ്പോഴും ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. ഷോ മിക്കപ്പോഴും നമ്മുടെ ഫുൾ ടീമുണ്ട്. ജാസിന്റെ ടീമുണ്ട്, അതുപോലെ വിധു പ്രതാപൻ ടീമുണ്ട്. അവരെല്ലാവരും ഇപ്പൊ മെയിൻ പോകുന്നത്. അപ്പൊ നമുക്ക് ജാസി ചേട്ടൻ ലജ്ജാവതി ഹേ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതി ഹേ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴം പൂവോ താമരത്താലോ തേനോ തേനിലാവോ, മാമഴ മുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാരാജറാണി. നന്നായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഷോകളും ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ അടുത്ത് നിന്ന് ലൈവായിട്ട് കേൾക്കുന്നത് ആദ്യമായിട്ടാട്ടോ ഞാൻ. ഇനി ഞാൻ വേറെ ഷോകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എസ് ജാനകിയുടെ ഒക്കെ, ജാനകിയമ്മയുടെ വോയിസ് അത് വളരെ മനോഹരമായിട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടാലോ? ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ, അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. രാവിലെ ആയതുകൊണ്ട് കുറച്ചും കഴിയണം സൗണ്ടൊക്കെ ഒന്ന് ഓക്കെ വരണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം പല പ്രോഗ്രാമുകളും അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശബ്ദം അനുകരിച്ചത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു അഭിനന്ദനം കിട്ടിയത്, അങ്ങനെ ഒരു മൊമെന്റ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സ്റ്റേജില് ജാസ് ചേട്ടൻ എടുത്തിട്ട് പാടിയുണ്ട്, വിധിച്ചേട്ടൻ എടുത്ത് പാടിയുണ്ട്. അല്ല, അതാണ് ഏറ്റവും ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു പാടുന്ന ഒരാളെ അടുത്ത് നിർത്തിയിട്ട്, അഭിനയിക്കുന്ന ഒരാളെ അടുത്ത് നിർത്തിയിട്ട് അയാളുടെ വോയിസിൽ ചെയ്യാന്നുള്ളത്. എനിക്ക് ആഗ്രഹമുള്ള ലാലേട്ടന്റെ കൂടെ, ലാലേട്ടന്റെ അടുത്തുള്ള സ്റ്റേജിലെ ലാലേട്ടന്റെ വോയിസിൽ പാടാനൊരു ആഗ്രഹമുണ്ട്. ലാലേട്ടന്റെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഡയലോഗോ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ലാലേട്ടന്റെ വോയിസിലെ ലൂസിഫറിലെ ഡയലോഗ്: ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പി മയിൽ വാഹനം, ഞാൻ തലയല്ലടാ തലയെടുക്കറവ. നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ വോയിസ് അമൃതയില് ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ, സൂപ്പർ ഫാമിലി സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടൻ പിന്നെ ആക്ടർ ലാൽ അവരെല്ലാവരും വോയിസ് ഞാൻ പാടിയിട്ടുണ്ട്. നല്ല വൈറലായ ഒരു 6 മില്യൺ ഒക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഒരു പ്രോഗ്രാം ഇറങ്ങിയിട്ട് ഇത്രയും വ്യൂസ് കാണുന്നത് ഇത്ര നാളുകൾക്ക് ശേഷം അമൃതയിലെ ഒരു പ്രോഗ്രാം. അപ്പൊ നമുക്ക് ഈ അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി ഷോയില് കയറാൻ സാധിച്ചില്ല, ഒന്ന് വിന്നറായി. അതിനപ്പുറം ഒരുപാട് ഗുണങ്ങൾ, വീഡിയോസ് ഒക്കെ എല്ലാവരും ഭയങ്കര ഷെയർ ചെയ്തു, നമ്മുടെ ഞാൻ ചെയ്ത എപ്പിസോഡിന്റെ ഒക്കെ ആയാലും. പിന്നെ ഫിനാലേക്ക് നമ്മൾ ചെയ്ത ഇപ്പൊ എല്ലാം പീഡനത്തിന്റെ ഒരു ഇതാണല്ലോ. ചെറിയ പിള്ളേരെ ഉൾപ്പെടെ പീഡിപ്പിക്കുന്ന ഒരു തീം ഡാൻസ് ഉണ്ടാവും. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഡാൻസ് നമ്മളെ സനോജാണ് പഠിപ്പിച്ചത്. ഭയങ്കര അത് കണ്ടിട്ട് അത് കാണാത്തവരുടെ ഒന്ന് കാണണം. നമ്മള് പെൺമക്കളൊക്കെ ഉള്ളവരൊക്കെയാണെന്ന് കാണും, കണ്ണു നിറയും കാണുമ്പോൾ. പിന്നെ എക്സ്പ്രഷൻ റൗണ്ട് ഞാനും വൈഫും ഗൾഫില് അതായത് ഞാൻ കണ്ടായിരുന്നു, വളരെ ഇമോഷണൽ ആയിട്ട് ചേച്ചിയാണല്ലോ. അത് സ്പോട്ടില് നമുക്കൊരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് അവരൊരു തീം തരും. ഫിനാലയ്ക്ക് അങ്ങനെയാ, അത് പെട്ടെന്ന് നമുക്ക് ആദ്യം പറയില്ല. അപ്പൊ ഫിനാലയുടെ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് അസോസിയേറ്റ് വന്നിട്ട് പറയുന്നത് ഇതാണ് നിങ്ങളുടെ തീം, പെട്ടെന്ന് പഠിച്ചോന്നു. അങ്ങനെ സ്പോട്ടിൽ ചെയ്തതാണ്. ചേച്ചിയാണേലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്പോട്ടിൽ ഇതുപോലെ മനസ്സിലാവില്ല. ഇല്ലില്ല. അതെ. അത് സ്പോട്ടിൽ അങ്ങനെ ചെയ്യാന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ സ്പോട്ടില്
അപ്പൊ അത് തന്നെയല്ലേ നമുക്കിപ്പോൾ ഒരു സിനിമയുടെ ഓഡീഷനൊക്കെ പോകണമെങ്കിൽ നമ്മളെ പോയി അഭിനയിച്ച് ഫലിപ്പിക്കണേക്കാളും ബെറ്റർ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗുണം. അതെ 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 ഞാനിങ്ങനെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ നമുക്ക് അവസരം കൂടുതൽ കിട്ടാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ട് അതെ അതെ അല്ലേ? അതെ പ്രഷർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി കാണിച്ചു തരാം. ലാലേട്ടന്റെ വലിയൊരു ഫാനാണെന്നാണ് രാജേഷേട്ടൻ പറഞ്ഞത്. അപ്പം ലാലേട്ടന്റെ ഒരു ടാറ്റു ഒക്കെ അടിച്ചതായിട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതും കൂടെ പ്രഷർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇന്റർവ്യൂ കണ്ടോ? ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ വലിയ ലാലേട്ടൻ. കാരണം എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഷോ ഉണ്ട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. അത് ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നതാണ്. ചിലപ്പം അവിടെ പോയില്ലേലും ഇതിവിടെ കിടക്കട്ടെ എന്ന് ഓർത്ത്. കാരണം എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ച് ഞാൻ പോയി കിടക്കാൻ പറ്റിയ സ്ഥലമാണ് ബിഗ് ബോസ്. പലരുമായിട്ട് നമുക്ക് ഇടപഴകി അതിൽ നിന്ന് നമുക്ക് അല്ലെന്നാ ഞാൻ ആഗ്രഹം നമ്മളെന്താണ് നമ്മൾ പിന്നീട് നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാനൊരു അവസരം തീർച്ചയായും. ശരിയല്ലേ? അതെ ചില ആളുകൾക്ക് നമ്മളെ അതെ നമ്മൾ ചില ആളുകൾക്ക് നമ്മളെ വളരെ തെറ്റിദ്ധാരണയുള്ള ഒത്തിരി ആളുകളുണ്ടാവും. ഇപ്പൊ അവിടെ ചെന്ന് ഈ പാവ അറിഞ്ഞ അത് അല്ലെങ്കിൽ ഈ ദുഷ്ടനറിഞ്ഞതൊക്കെ ഒന്ന് വിലയിരുത്താനും കൂടെയുള്ള അവസരമാണ്. അപ്പൊ ടാറ്റു അടിച്ചു വന്ന് ലാലേട്ടന്റെ ടാറ്റു നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു. ഇനി കാണിക്കാത്ത ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓ ബിഗ് ബോസ് എന്നാണോ അടിച്ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെഞ്ചിനകത്ത് കയറിയിരിക്കുന്ന ലാലേട്ടന്റെ ബിഗ് ബോസ് ഷോയില് എത്രയും പെട്ടെന്ന് അവസരം കിട്ടട്ടെ, അതിൻ്റെ അകത്ത് കയറാൻ സാധിക്കട്ടെ എന്ന് കൂടുതൽ ആശംസിക്കുന്നു. ചേട്ടാ, നമ്മുടെ കലാകാരന്മാരുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്, അതായത് നമ്മുടെ കലകള് നമ്മുടെ ദേശവും നമ്മുടെ നാടും ഒക്കെ കടന്ന് പുറത്തേക്ക് ചെല്ലണം, അല്ലെങ്കിൽ അവിടെ പോയി കലകൾ അവതരിപ്പിക്കണം, പാട്ടുപാടണം, മിമിക്രി ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ചേട്ടൻ ചെറുപ്പം തൊട്ട് ആഗ്രഹിച്ച് എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്? എവിടേക്കാണ് ഇപ്പം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ വിമാനത്തിൽ കയറണമല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നത്. അതെ അതെ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ദുബായിലാണ് പോയത്. പിന്നെ സൗദി പോയി, കുവൈറ്റിൽ പോയി, ഗൾഫിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പിന്നെ എല്ലാ കലാകാരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അമേരിക്ക. അമേരിക്കയിൽ ഒരു 1.5 മാസം ഷോ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, അയർലൻഡിൽ പോയി. അപ്പൊ അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പോകുമ്പം നമുക്ക് പുറത്തൊക്കെ ചെന്നിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മകൾ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർത്തു വെക്കാനുള്ള എന്തെങ്കിലും ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? സ്പെഷ്യലായിട്ട് ഓർത്ത് വെക്കാൻ എന്നെ അമേരിക്ക പോയപ്പോൾ അവിടുത്തെ പോലീസുകാർ പിടിച്ചിരിക്കുക. അതിന് എന്ത് പറ്റി? കാരണം എൻ്റെ ലാപ്ടോപ്പ്, ടാബ് എല്ലാം എൻ്റെ ബാഗിലിറങ്ങണം. ഈ ബാഗിനകത്ത് മറ്റോ അവരെ എല്ലാം ഉണ്ടാവും 2-3 ഫോണൊക്കെ ഉള്ളത്. അപ്പം എൻ്റെ ബാഗിനകത്ത് ഇട്ട ഇവരെല്ലാം പെട്ടെന്ന് ഫ്രണ്ടിൽ കയറിപ്പോയി. ഏറ്റവും ബാക്കിൽ വന്ന് ഞാൻ. അപ്പം എൻ്റെ ഇതിനകത്തൊരു പിന്ന് കിടക്കണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണില്ലേ, ബാഗിന്റെ സിബിനകത്തൊരു പിന്ന് കിടക്കണ്ട. ചെക്ക് ചെയ്ത് മടുത്തു, ഇത് എവിടെ കിടക്കുന്ന പറയുമ്പോൾ. അങ്ങനെ 3-4 പ്രാവശ്യം പിടിച്ചു. ഇവർ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാനും പാടില്ല. ഇവരെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മറ്റേ കടുക് കൂട്ടിക്കുന്ന പോലത്തെ ഇംഗ്ലീഷാ. എനിക്ക് അത്ര അറിയാൻ പാടില്ല, ചെറുതായിട്ട് സംസാരിക്കാൻ തന്നെ അറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ അവർ സംസാരിച്ച് എന്നെ കുറച്ചും പിടിച്ചു നിർത്തിയാവും. അങ്ങനെ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് എന്നെ അപ്പുറന്നൊരു ആൾ വന്ന് വർത്താനം പറഞ്ഞു. അവിടെ ഞങ്ങളുടെ കൂടെ ആൾ വന്ന സാർ അത് ആർട്ടിസ്റ്റാണ്, അങ്ങനെ പ്രോഗ്രാമിന് വന്നതാണ്. അപ്പം അങ്ങനെ ലാസ്റ്റ് തപ്പി പിടിച്ച് പിന്നൊക്കെ എടുത്ത് ഞാൻ ഇവർ തപ്പിട്ട് കാണാനില്ല. ലാസ്റ്റ് ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് ബാഗ് എല്ലാം മൊത്തം നോക്കി പിന്നെ കിട്ടി കാണിച്ചു കൊടുത്ത് പോകും. പിന്നെ അതുപോലെ സൗദി കുവൈറ്റില് പരിപാടിക്ക് പോയപ്പോ അവിടെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതെന്താ പോലീസുകാര് തപ്പി പിടിച്ച് നടക്കുവാണോ? അതല്ല, അതെ കുവൈറ്റില് എന്ന് പറഞ്ഞാൽ മദ്യമില്ലാത്ത സ്ഥലമാണ്. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ കാണാൻ വന്നപ്പോൾ മദ്യം കൊണ്ടുവന്നു. അപ്പം എല്ലാവരും കഴിച്ചു, ഓർക്കസ്ട്രക്കാരെല്ലാം ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് 2 പ്രാഡോ വണ്ടി ഞങ്ങളെ എടുക്കാൻ പരിപാടി സ്ഥലത്ത് റിഹേഴ്സൽ നടക്കും. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഒരു വണ്ടിയിൽ ഫേമസ് ആർട്ടിസ്റ്റ് നജീം അർഷാദൊക്കെ വന്നു. അവരാ വണ്ടിയിലും കൂടി പോയി. രണ്ടാമത്തെ ഇതിനകത്ത് ഞങ്ങൾ. അപ്പം എൻ്റെ വണ്ടി കയറി ഓടിച്ച ആളും കഴിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടിയിലേക്ക് 2-3 പേരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയണേ, വണ്ടി ഓടി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസ് കൊണ്ട് വണ്ടി നമ്മുടെ ഇവിടുത്തെ കൈ കാണിക്കലൊന്നുമല്ല, ലൈറ്റ് കൊണ്ട് നിർത്തും, ലൈറ്റ് ഇടും വണ്ടിയുടെ. അത് കഴിഞ്ഞ് നമ്മളങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും 2 വളം അപ്പുറം ഇവരങ്ങ് വണ്ടി മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങളെയാണ് കാണുന്നത്. വണ്ടി കൊണ്ടുപോയത് ഇതുപോലെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ വണ്ടിയുടെ പുറത്ത് വന്ന് ടക്ക് 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 മുട്ടി. ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, ഗ്ലാസ് തുറന്നു, വണ്ടിയുടെ ഗ്ലാസ് തുറന്ന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പുറത്ത് എന്നോട് ചോദിച്ചു പാസ്പോർട്ട് ആ വിസ എന്ന് ചോദിച്ചു. എനിക്ക് ഈ അറബി ആയതൊന്നും മനസ്സിലായില്ല, പാസ്പോർട്ട് പോകുന്നത് മാത്രം മനസ്സിലായി. പാസ്പോർട്ട് എടുത്തങ്ങോട്ട് കൊടുത്തു. വിസ നോക്കിയിട്ട് പുള്ളി കാണില്ല, പേപ്പർ വിസ ആയിരുന്നു എൻ്റെ ബാഗിനകത്ത് എടുക്കുന്ന വിസ. അപ്പോൾ വിസ ഇല്ലാന്ന് പറഞ്ഞ് എന്നെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയോ?
ഞാൻ അറിയാം. പിന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയില്ലേ, ആ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കണ പരിധിയുണ്ട്, എല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണം. പറഞ്ഞ് ലാസ്റ്റ് സംസാരിച്ചതെല്ലാം ഓക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി ഞാൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ പ്രോഗ്രാം ചെയ്തൊക്കെ കിടക്കുന്നുണ്ടാവും ഫ്ലവേഴ്സിലേക്ക്. എന്നിട്ട് ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി തിരിച്ച് തന്നെ ഈ പരിപാടി സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അങ്ങനെ ഒരു ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടേ. മധുരമുള്ള ഓർമ്മകളായിട്ട് സൂക്ഷിച്ചു വെക്കാം. കാരണം നമ്മളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പം ചെറുതായിട്ടൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അനുഭവം വേണം, അനുഭവം ഉണ്ടായാലും നമുക്ക്. കാരണം ഇനി നമ്മൾ അവിടെ പോകുമ്പോൾ അങ്ങനെ കാണിക്കൂല. അതെ. നമുക്ക് ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണല്ലോ. ഇനി നമ്മുടെ ഈ കഴിഞ്ഞിടയ്ക്ക് അമൃത ടിവിയിലൊക്കെ നമ്മൾ കുറെ ഗായകരുടെ ഗാനങ്ങൾ ഒരുമിച്ച് ആലപിച്ച് അതിൻ്റെ നമ്മൾ കണ്ടിരുന്നു, വൈറലായിരുന്നു. അത് നമുക്ക് ഗാനങ്ങളൊന്ന് പാടാമോ? ആക്ടർ ലാലിന്റെ വോയിസ്. ഓക്കെ. ബർഫിൽ കൊഴുക്കണ പെണ്ണ് ഷകനായി കേൾക്കുന്ന കണ്ണ് തക്കത്തബല പെരുക്കണ കൂടെ സാരംഗി പാടുന്ന കണ്ണ് തളതള മുഴക്കണ സതിര് കൊട്ടിപ്പാട്ടില് മയങ്ങണ രാവ് നാളവെളുപ്പിന് നേരം കാത്ത് വർണ്ണക്കനവുകൾ പെയ്യണ മാരൻ ബർഫിൽ കൊഴുക്കണ പെണ്ണ് ഷകനായി കേൾക്കുന്ന കണ്ണ്. അതാ പോയി. അടുത്തൊരു ഗായകന്റെ ഇനി ഗായ ഒത്തിരി ഉണ്ട്. മധുചേട്ടൻ, മധുബാലകൃഷ്ണന്റെ പുള്ളി നമ്മുടെ എന്താ വിനീതും കാവ്യമാധവനൊക്കെ അഭിനയിച്ച ഒരു ചിത്രമാണ്. അതിനകത്ത് പാടിക്കണൊരു പാട്ട്. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാലൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ പൊന്മലർമടി തട്ടിലിൽ പൊന്മാനോ പാൽ കനവോ. പിന്നെ ഇപ്പം ചേട്ടൻ പറഞ്ഞു വിധു പ്രതാപിന്റെ ഒക്കെ കൂടെ മിക്ക പ്രോഗ്രാമുകളും പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വിധു ചേട്ടന്റെ ഒരു വോയിസില് ആദ്യമല്ല പാടി ഹിറ്റാകണ പാട്ട് പട്ടാളം സിനിമയിലെ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മിമിക്രി ആ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുകരിക്കണം എന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടാറുള്ളത് ഏതാണ്? അല്ലെങ്കിൽ ചേട്ടനെ ചോദിക്കാറുണ്ട്. എനിക്കൊന്ന് കുതിരവട്ടം പപ്പുവിന്റെ ഒക്കെ ഭയങ്കര അതെ പഴയ കാലത്തെ ലൂസിഫറിൽ നമ്മുടെ വിവേക് ഒബ്രോയ് വിനീതാണ്, ആക്ടർ വിനീതാണ് വോയിസ് കൊടുക്കുന്നത്. വിവേക് ഒബ്രോയുടെ വോയിസ്. ഫണ്ട് വരുമെന്ന് പറഞ്ഞു, ഫണ്ട് ജതിൻ രാംദാസ് വരുമെന്ന് പറഞ്ഞു, ജതിൻ രാംദാസ് വന്നു. തൊടും, ഇനിയും തൊടും. ജാൻവേ എൻ്റെ മോളല്ല, നിന്റെ മോളാണ്. നിന്റെ അനിയനോട് പറയണം, അത് വർമ്മ അങ്കിളിനോട് പറയണം. പറ. അതിനു മുമ്പ് നിന്റെ മോൾക്ക് ഈ സിറ്റിയിൽ എത്ര ഡ്രഗ് പെറ്റൽസുമായിട്ട് ബന്ധമുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ടുണ്ട്. പിന്നെ ജാഫ്രിക്കയുടെ വോയിസ് മഹേഷിന്റെ പ്രതികാരത്തില് മോളെ കുര്യാച്ച മോക്കൊരു കല്യാണം വന്നേ അവയത്തോടുള്ള കഴന്ന് പറഞ്ഞേ. ഞാൻ ആലോചിച്ചോക്ക് നല്ലൊരു കേസാ. ചാച്ചനെ കല്യാണം ഓരോ വ്യത്യാസമൊക്കെ നോക്കാം. ആലോചിച്ചോക്ക്. ഇല കുമ്പള കുത്തി ഇറങ്ങോ അതോ കല്യാണം കഴിഞ്ഞ് വിമാനത്തിൽ പോകണം ആലോചിച്ചോക്ക്. നന്നായിട്ടുണ്ട്. ഞാനിപ്പം ലൈവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇത്രയും വോയിസുകൾ ലൈവായിട്ട് കേൾക്കുന്നത്. മനോഹരമായിട്ടുണ്ട്. പിന്നെ എന്തായിട്ടാ നമ്മുടെ നമുക്കറിയാം, പ്രേക്ഷകർക്കും അറിയാം, മീഡിയാനെറ്റ് എന്ന ഒരു ചാനലിനോട് ഏറ്റവും കൂടുതൽ എപ്പോഴും സഹകരിച്ച് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് രാജേഷ് ചേട്ടൻ. നമുക്കറിയാം എന്ത് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്ത് ഇത് അർജന്റായിട്ട് വിളിച്ചാലും ഒപ്പം തന്നെ അതിനെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞ് ഒരു മടിയും കാണിക്കാതെ സ്ഥലത്തുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ഒരാളാണ് രാജേഷ് ചേട്ടൻ. നിലവിൽ നമ്മൾ സിനിമകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നിലവിൽ ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ സിനിമകളിലാണ്? ഇപ്പൊ 4-5 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ പടം ഇടിക്കുന്ന പറഞ്ഞ പടമാണ്, അതിറങ്ങി. അതിനുശേഷം സ്മാർട്ട് ഫോൺ അല്ല, അതിനുശേഷം ലവ് റിവെഞ്ച് ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹേമന്ത് മേനോൻ, സായികുമാർ, അങ്ങനെ ഒത്തിരി ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചെയ്തു. നല്ല വേഷമാണ്. കൂട്ടുകാരൻ്റെ ഫ്രണ്ടായിട്ടാണ്, നായകന്റെ ഫ്രണ്ടായിട്ടാണ്. പിന്നെ അതുകൂടാതെ ധ്യാൻ ശ്രീനിവാസന്റെ പടം ഇപ്പം ചെയ്തു. പിന്നെ ഞാൻ ലവ് റിവെഞ്ച് ടീമിന്റെ വേറൊരു പടം ഉണ്ട്, അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, ഇടുക്കി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഇടുക്കിയിലാണ് അതിന്റെ പേരൊന്നുമായിട്ടില്ല. ആ ചിത്രം ഫുൾ നടക്കാൻ ഇടുക്കിയിലാണ്. അപ്പൊ അത് ഇപ്പൊ ഉടനെ ഷൂട്ട് തുടങ്ങും, ഓണം കഴിയുമ്പോഴത്തേക്കും തുടങ്ങും. പിന്നെ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് പുതിയ പടം ഇപ്പം അദ്ദേഹത്തിന് 2 പടം സൂപ്പർ ഹിറ്റാണ്. കരയണ കൊച്ചിന് പാലുള്ളൊന്നും ഞാൻ വിളിച്ച അവസരം ചോദിച്ചപ്പോൾ
തരാനാണ് അതെ. പറഞ്ഞേക്കുന്നത്. പുതിയൊരു പുള്ളി പടം, നല്ല പടമാണ്. ഉം. 2-3 പടം ഇറങ്ങിയിട്ടുണ്ട് ആളുടെ. ഉം. എല്ലാ ഹിറ്റ് പടം സുരാജേട്ടനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഉം. ആ പടം എല്ലാ പടം ഹിറ്റാണ്. 2-3 ഒന്ന് ഉണ്ണിമൂന്തനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉം. ആ പടമൊക്കെ ഹിറ്റുകളാണ്. ഒക്കെയാണ്. അപ്പം അടുത്തൊരു പുതിയ പടം പുള്ള വരുവാണ്. അപ്പോൾ ആ പടത്തെ ചെറിയ വേഷം തരാമെന്ന് പറയുന്നത്. പേരൊന്നും പറയണില്ല. ആ. അപ്പോൾ പടം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിച്ച് സെറ്റായി കഴിയുമ്പോഴത്തേക്കും പറയാം. ഈ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇടുക്കി എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ നിന്ന്, ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് നമുക്കിങ്ങനെയുള്ള രംഗത്തേക്കൊക്കെ എത്തിപ്പെടൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇത്രയും ദൂരം ഉണ്ട്, പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു പിന്തള്ളപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു ഇടുക്കി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഇപ്പൊ അത് മാറി. അപ്പോൾ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചപ്പം ഇടുക്കിയിലൊരു കലാകാരൻ കൂടിയാണല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സമീപനമൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ചിത്രീകരണ വേളയിൽ? സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളത്താണെന്നാണ് എല്ലാവരുടെയും വിചാരം. അതെ. അടിമാലിയാന്ന് ചോദിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നീ എറണാകുളത്തല്ലേ എന്നാണ് പൊതുവെ ആളുകൾ. ഞാൻ എപ്പോഴും നോക്കിയാലും എറണാകുളത്തുണ്ടല്ലോ, പ്രോഗ്രാമായിട്ടും ഷൂട്ടൊക്കെ ആയിട്ട് എറണാകുളത്തുണ്ട്. അപ്പം എല്ലാവരും ധാരണ ഞാൻ എറണാകുളത്താണെന്നാണ്. കാരണം അധികം അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഇടുക്കിയാന്ന് കുറച്ചവർക്ക് അറിയാം കേട്ടോ. ഞാൻ എന്നും പോയി അങ്ങനെ. പിന്നെ നമ്മൾ അധികം ഇടുക്കി എന്ന് പറയാൻ തന്നെ അവർ ചെറിയൊരു വേഷം കിട്ടി തന്നെ അവർ പെട്ടെന്ന് വിളിക്കാൻ നമുക്ക് പാടായിരിക്കും ഇടുക്കി എന്ന് പറയുമ്പോൾ. എറണാകുളമാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓടിയെത്തൂലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ നമ്മുടെ നാടിന് അവരെല്ലാരും പറയണം. എനിക്കതൊന്നും ഇല്ല കേട്ടോ, എന്റെ പേര് തന്നെ അടിമാലി വെച്ചേക്കണത്, എന്റെ ഒപ്പം എന്റെ നാടും അറിയപ്പെടണം എന്ന് ഓർത്തിട്ടാണ്. അതെ. പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ 2 പടം ഒന്ന് ഇടുക്കി ബേസ് ആയിട്ട് ഒരു പടം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ പടം, ആ പടം അതിനാണ് മെയിൻ. പിന്നെ എന്താ പറയണേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അവിടെ എത്തണം. അപ്പൊ നമ്മളൊന്നും കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരു കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചപ്പോൾ ചെറിയ റിയാലിറ്റി ഷോയിൽ വിന്നറായി. ഇപ്പൊ വലിയ സിനിമ ആഗ്രഹിക്കുമ്പോഴത്തേ അതിനകത്ത് ചെറിയ ഭാഗം കിട്ടും. അതുപോലെ അടുത്ത റിയാലിറ്റി ഷോ വരുമ്പോ അതിനകത്ത് കയറാനുള്ള അവസരങ്ങൾ കിട്ടും. അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സത്യം പറഞ്ഞപ്പോ എന്നാ പറയുക, നമുക്ക് ദൈവത്തിന്റെ നമുക്കായിട്ട് പ്രശ്നമൊന്നുമില്ല. ഒത്തിരി കലാകാരന്മാർ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കലാകാരന്മാരുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതും ഒന്നൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാലാണ് എന്നെ പോലുള്ള കലാകാരന്മാർക്ക് ഉയരാനും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനൊക്കെ പറ്റുള്ളൂ. അതെ. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ അഭിനയം നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഞാനും ചെറിയ റോളുകളൊക്കെ ചെയ്യാറുണ്ട്. അതെ. അപ്പം ഞാനടക്കം ഇങ്ങനെ അഭിനയ മോഹികളായിട്ട് ഒരുപാട് പേര് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തോടൊപ്പം തന്നെ ഈ മിമിക്രി അല്ലെങ്കിൽ ഗാനം അങ്ങനെയുള്ളതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതെ, തീർച്ചയായും. എന്റെ ഒരു ആഗ്രഹം ഞാൻ വളരണം, അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വളരണമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, രാജേഷ് ചേട്ടന്റെ സഹോദരൻ രാഹുല് നല്ലൊരു ഗാനം ആലപിക്കുന്ന ഒരാളാണ്, ആർട്ടിസ്റ്റാണ്. ഇവര് ഒന്നിച്ചാണ് പല പ്രോഗ്രാമുകളും ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുടുംബത്തിലെ മക്കൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കലാരംഗത്തുള്ളത് അപൂർവമാണ്. അപ്പൊ ഒന്നിച്ച് സ്റ്റേജ് ഉണ്ട് എന്നാലും ചുരുക്കമാണ്. അപ്പം ഒന്നിച്ച് ഒരു സ്റ്റേജിൽ കലകൾ അവതരിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു വലിയ ഭാഗ്യമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു അനുഭവങ്ങള്? ഇതേ അവനും ഞാനും ഓരോ ഏകദേശം ഞങ്ങൾ ഒരേപോലെ ഓരോ ഷർട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ മാറിപ്പോകും. ചില പ്രോഗ്രാമുകൾക്ക് എനിക്ക് പോകാൻ പറ്റാത്ത പരിപാടിക്ക് ഞാൻ അവനെ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ തിരിച്ചെന്നിട്ടില്ല. അത് എനിക്ക് 1-2 പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സമയത്ത് എത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ അവനോട് ചോദിക്കണം, നീ എന്നാ മിമിക്രി ഒന്നും ചെയ്യണ്ട, പാട്ട് പാടിയാൽ ഒന്നും പറയാൻ വേണ്ടെന്ന് പറയും. രാജേഷ് ആണ് തന്നെ അവനുള്ളതൊരു ഉപകാരം. കാരണം പരിപാടി ഞാൻ പറഞ്ഞ പാട്ടുകൾ തന്നെ ഏകദേശം അവനും പാടുന്നതൊക്കെ. പ്രാക്ടീസ് ഒന്നുമില്ല, അവൻ പാട്ട് പഠിക്കും, ഞാനും പഠിക്കും. പിന്നെ സ്റ്റേജിൽ കയറി അങ്ങ് അലക്കും. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം അല്ല, എന്റെ വൈഫൊക്കെ ഭയങ്കര, കാരണം ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിന് 3 മണി 2 മണി ചിലപ്പോൾ 4 മണിക്കൊക്കെ വന്നെ ഷോ കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞൊക്കെ. ആ സമയത്ത് എഴുന്നേറ്റ് അത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയുക അവരുടെ സപ്പോർട്ട്. ഈ അത്രയും വലിയ ഉറക്കത്തിൽ നമ്മൾ കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോൾ വന്ന് തുറന്നു വിളിച്ചു ചോദിക്കും രാജേഷേട്ടനാണോ എന്ന്. അപ്പം തന്നെ വന്ന് വാതിൽ തുറന്നു ചിലപ്പം ചായ വെളുപ്പിന്, അതൊക്കെയാണ് അവരുടെ ഒരു സപ്പോർട്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മൈൻഡ് പോലും ചെയ്യില്ല, 2 താക്കോലായിരിക്കും ഭാര്യയും ഭർത്താവിനും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളുടെ കാര്യമൊന്നും എപ്പോഴും നോക്കാൻ സാഹചര്യം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതൊക്കെ അവര് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് തോന്നുന്നു. അമ്മയാണ് സപ്പോർട്ട്. എല്ലാത്തിനും. അമ്മ തറവാട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങനെ പ്രോഗ്രാം വരുമ്പോൾ കാണുന്നതും എല്ലാം ചെയ്യുന്നതും അമ്മയാണ്. അപ്പൊ നമുക്ക് ഇത്രയും സമയം നമ്മുടെ കൂടെ ഓണവിശേഷം എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ച രാജേഷ് അടിമാലിക്ക് നമ്മുടെ മീഡിയാനെറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത് ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് മീഡിയാനെറ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്നെ സ്നേഹിക്കുന്ന മീഡിയാനെറ്റ് കേരള വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ എന്താ പറയണേ,
എല്ലാവരും പറ്റുന്ന പോലെ ഓണം ആഘോഷിക്കുക. വയനാടിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പറ്റുന്ന പോലെ ഓണം ആഘോഷിക്കുക. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ.